നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റ് എട്ടാമത്തെ ബജറ്റ് അനുഭവ സമ്പന്നതയുടെ 8 തവണ എന്താണ് പ്രതിഫലിച്ചത്? ഒന്ന്, മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ രാജ്യം എന്താണ് പ്രതീക്ഷിച്ചത്? അതൊക്കെ സാർത്ഥകമായോ? ഇതടക്കമുള്ള ചർച്ചയിലേക്കാണ് രാജ്യം തന്നെ നീങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. വിഷ്ണു തലവൂർ, അതായത് മണ്ണിൽ പണിയെടുക്കുന്നവൻ മഴ പ്രതീക്ഷിക്കും, എന്താണ് ഒരു നല്ല സർക്കാരിൽ നിന്ന് ജനക്ഷേമ സംബന്ധിയായ കാര്യങ്ങളാണ് ഒരു ജനത പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ തിരുക്കുറലിനെ കോട്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് പ്രതീക്ഷ ഈ നാടിൻ്റേത് സഫലമായി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ ആദ്യ സമ്പൂർണ്ണ ബജറ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒറ്റ നോട്ടത്തിൽ? അജിംഷാദ്, ഈ അടുത്ത 5 വർഷം അവസരങ്ങളുടെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണ ബജറ്റ് അവതരണം ആരംഭിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഊന്നിയും അതോടൊപ്പം തന്നെ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വനിതകൾക്കും യുവാക്കളെയും കൂടുതൽ പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റ് അവതരണം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക വികസനത്തിൽ 70% വനിതാ പ്രാതിനിധ്യം തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാർഷിക മേഖലയ്ക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതിൽ തന്നെ PM ധാന്യ യോജന അത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഇന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 100 ജില്ലകളിലായിരിക്കും പദ്ധതി വ്യാപിപ്പിക്കുക. ഇതിലൂടെ 7.7 കോടി കർഷകർക്ക് നേട്ടമുണ്ടാകും എന്നതാണ് നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമീണ മേഖലകൾക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 മേഖലകളായി ഗ്രാമീണ മേഖലകളെ തരംതിരിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ബജറ്റിൽ ബീഹാറിനാണ് ഏറ്റവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് ബീഹാറിന് പ്രഖ്യാപനങ്ങൾ വരുന്നു, അതായിക്കോട്ടെ. പക്ഷേ ഡിസർവ് ചെയ്യുന്ന മറ്റ് മാറ്ററുകളുടെ കാര്യത്തിൽ എന്താണ്, അർഹിക്കപ്പെടുന്ന മറ്റ് കാര്യങ്ങളിൽ എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നതിൻ്റെ പക്ഷപാത ബജറ്റ് എന്ന എല്ലാ വിമർശനങ്ങൾക്കും അർഹമായ ഒന്ന് തന്നെയാണ്. നോക്കൂ, മക്കാൻ ബോർഡ് അവിടെ രൂപീകരിക്കുന്നു. ഫുഡ് യൂണിവേഴ്സിറ്റി, വിമാനത്താവളം, പാട്ന കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക വികസന പദ്ധതികൾ, ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കി മാറ്റും എന്നൊക്കെ പറയുന്നു. പക്ഷേ രാജ്യത്തിന് 4%, രാജ്യത്തിൻ്റെ മുഴുവൻ വരുമാനങ്ങളിൽ 4% GST പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന വിഴിഞ്ഞമെന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച് എന്തെങ്കിലും സഹായമുണ്ടോ വിഷ്ണു? എന്തെങ്കിലും സഹായം? അജിംഷാദ്, കേരളം പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഇത്തവണയും കേരളത്തെ തഴയുന്ന ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര ബജറ്റിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്നു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ നമ്മൾ കണ്ടതാണ്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായിരുന്നു പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചതെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റിൽ ബീഹാറിനാണ് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം പ്രഖ്യാപിച്ചത് മഖാന ബോർഡാണ്. അത് പോഷക സമൃദ്ധമായിട്ടുള്ള താമര വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ്. അതിനുവേണ്ടി മഖാന ബോർഡ് അത് ബീഹാറിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പ്രഖ്യാപിക്കുന്നു. IIT പാട്ന IITയുടെ വികസനം, പാട്ന എയർപോർട്ടിൻ്റെ വികസനം, ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം. ഇത്തരത്തിൽ ബീഹാറിന് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിലുണ്ട്. തീർച്ചയായും